എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്നുള്ള കാര്യവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നൽകിക്കൊണ്ട് ഈ ഒരു ഓക്കെ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏത് ജില്ലയിലെ ആ ഒരു പോളിടെക്നിക്കിലെ കോഴ്സിനെ കുറിച്ചാണ് അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം പോളിടെക്നിക് കോളേജ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ ഒരു പോളിടെക്നിക് കോളേജിലെ ഏത് കോഴ്സിലെ ആ ഒരു ലാസ്റ്റ് റാങ്കാണ് അറിയേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിരവധി കോട്ടകൾ കാണാം. ഇതിൽ ഏത് കോട്ടയിലുള്ളതാണ് അറിയേണ്ടത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്കല്ല, ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു കോട്ടയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ കോഴ്സ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ വീണ്ടും വേണമെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജൂലൈ 4-ാം തീയതിക്കകം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിവിധ തരത്തിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിനു മുമ്പ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 3 തരത്തിലാണ് അഡ്മിഷൻ ഉള്ളത്. 3 തരത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഉദാഹരണം വെച്ച് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെയോ അല്ലെങ്കിൽ 3ാമത്തെയോ അല്ലെങ്കിൽ 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ് 1ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. 2ാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതായത് അവിടെ പോയിട്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫീസും അഡ്മിഷൻ ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ അവിടെ അഡ്മിഷൻ എടുക്കണം. 1ാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മുകളിൽ മറ്റൊരു ഓപ്ഷനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടാതിരിക്കുകയാണെങ്കിൽ, അതായത് അവിടെ പോയിട്ട് ഫീസ് അടച്ച് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോവുകയും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനല്ല 2ാമത്തെയോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയത് എന്ന് കരുതുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അവിടെ പോയിട്ട് ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് രജിസ്റ്റർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നിലവിലെ സ്കൂളിൽ നിലവിലെ ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് അടുത്ത ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് അതായത് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതായത് 5ാമത്തെ ഓപ്ഷനിൽ ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ നിലനിർത്തണം. അതുപോലെ ഹയർ ഓപ്ഷനിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷന് പകരം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അടുത്തുള്ള IHRD അല്ലെങ്കിൽ CAP അല്ലെങ്കിൽ എയ്ഡഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകൾ, അതായത് ഇവയിൽ ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് അതായത് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തിരിച്ചു തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ച് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റായിട്ട് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എന്ന് കരുതുക. അല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അതായത് 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ എന്ന്, അതായത് അവിടെ തന്നെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും നോ ചേഞ്ചാണ് വന്നിട്ടുള്ളത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ഉള്ളത് അവിടെ പോയിട്ട് നിർബന്ധമായിട്ടും ഫീസ് അടച്ച് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അതുപോലെ തന്നെ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി.
എന്നാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല, അതായത് ആ ഒരു കോഴ്സും താല്പര്യമില്ല, കോളേജും താല്പര്യമില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ലഭിച്ച ഓപ്ഷൻ, അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. അതിനുശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പോവുകയും പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 1, 2, 3, 4 അലോട്ട്മെൻറ്റുകളിൽ 4 ഓപ്ഷനുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു 3 രീതിയിലാണ് ഈ ഒരു അഡ്മിഷൻ രീതി വരുന്നത്. ഒന്നാമത്തേത് നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട നിർബന്ധമാണ്. കാരണം 1ാമത്തെ ഓപ്ഷന് മുകളിൽ മറ്റു ഓപ്ഷനുകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോകും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു 1ാമത്തെ ഓപ്ഷനല്ല 2ാമതോ അല്ലെങ്കിൽ 3ാമത്തെയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കണം. ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ഇതാണ് 2ാമത്തെ രീതി എന്ന് പറയുന്നത്. അതിനുശേഷം 3ാമത്തേത് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം, അതായത് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ അടുത്തുള്ള IHRDയോ അല്ലെങ്കിൽ പോളിയോ അല്ലെങ്കിൽ ക്യാപ്പോ അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള പോളിടെക്നിക് കോളേജുകളോ ഇവയിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഫീസൊന്നും അടക്കേണ്ടതില്ല. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം, അതായത് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമില്ലാതെ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ലഭിക്കുകയാണെങ്കിലും പുതുതായിട്ടോ അല്ലെങ്കിൽ മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നതോ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ഉള്ളത്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തന്നെയാണോ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഉള്ളത്, അതുപോലെ തന്നെ അടുത്ത മറ്റൊരു ഓപ്ഷനിലാണോ, എവിടെയായിരുന്നാലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിർബന്ധമായിട്ടും കോളേജിൽ അഡ്മിഷൻ നേടണം. അതായത് ഫീസ് അടച്ച് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരല്ല, അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല, ഇൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ജസ്റ്റ് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലൊക്കെ പങ്കെടുത്ത് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഇനി വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ വന്നിട്ടില്ല. നാളെയോടെ ഈ ഒരു പേജിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് പാർഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അറേഞ്ചോ പാർഷ്യൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു രീതിയിലാണ് ആ ഒരു ലിങ്കിൻ്റെ പേര്, അതായത് പാർഷ്യൽ ക്യാൻസലേഷൻ അതുപോലെ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും അഡ്മിഷൻ പോർട്ടലിൽ. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത, അതായത് ഇതിൽ 2ാമത്തെ ഓപ്ഷൻ വേണ്ട അല്ലെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതല്ല നിങ്ങൾക്ക് ഈ ഒരു മുഴുവനായിട്ട് മാറ്റാതെ തന്നെ ഇതിനെ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യണം. അതായത് 1ാമത്തെ ഓപ്ഷനെ 3ാമതായിട്ട് 4ാമത്തെ ഓപ്ഷനെ 1ാമതായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണം. അതാണ് അറേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 4ാം തീയതി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് റിപ്പോർട്ടിംഗ്, അതായത് രജിസ്റ്റർ ചെയ്യാനോ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 4ാം തീയതി വൈകിട്ട് 4 മണിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ ഓപ്ഷനുകൾ ആ ഒരു പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കൊടുക്കാനോ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ ഫീസ് എത്രയാണ് വരിക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അനക്സ്റ്റേഴ്സ്, അതായത് അനുബന്ധങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് ഡോക്യുമെൻറ്റ്സിൻ്റെ ആ ഒരു ഫോമാറ്റാണ് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു അനക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അനക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുബന്ധം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ ആ ഒരു ഫോംസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് വരും എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഈ ഒരു ഫീസ് വരിക. അതായത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച്, സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ, അതായത് ഫീസ് അടിച്ച് സ്ഥിരപ്രവേശനം നേടുമ്പോൾ ഫീസ് വരിക.
അപ്പോൾ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണോ പഠിച്ചത് അവിടെ നിന്നുള്ള TC, അതുപോലെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ SSLC, THSLC ഇതിൽ ഏതാണ് അതിനനുസരിച്ചുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ VHSC അതായത് +2ൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ VHSC കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ +2ൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വയനാട്ടിൽ ജനിച്ചത് ആണെങ്കിൽ അത് വയനാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള ബോണസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വയനാട്ടിലാണ് നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ് അതായത് ഈ ഒരു 5 വർഷം പഠിച്ചത് എന്നത് സംബന്ധിച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതുപോലെ നിങ്ങളുടെ ഒരു സെൽഫ് ഡിക്ലറേഷനും ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വയനാട്ടിലാണ് ജനിച്ചത് എന്നുള്ളത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ 8 മുതൽ 10 വരെ പഠിച്ച ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൗൺലോഡ്സിൽ നൽകിയിട്ടുണ്ട്. അതായത് അനക്സ്റ്റർ എയിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ കേരളൈറ്റ് ആണ്, അതായത് നിങ്ങൾ കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഒരാളാണ് എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കേരളത്തിലെ പ്ലേസിലാണ് ജനിച്ചത് എന്നുള്ള സംബന്ധിച്ച് ആ ഒരു കേരളത്തിലെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ നാറ്റിവിറ്റി അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി, അതായത് ഇവയുടെയൊക്കെ കോപ്പി അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ഗവൺമെൻറ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു അറ്റസ്റ്റഡ് കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ SC BC OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള SC ST വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നൽകുന്നത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർകാസ്റ്റ് ചെയ്ത SC BC അതുപോലെ OEC വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. അത് എല്ലാവർക്കും ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് കൂടി അതിനോടൊപ്പം എടുക്കേണ്ടതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് SC ST വിദ്യാർത്ഥികളിൽ അവരുടെ മാതാപിതാക്കൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവർ ആണെങ്കിൽ, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. അത് ഡീറ്റെയിൽസ് കൊടുത്തവർക്ക് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു റവന്യൂ ഓഫീസിൽ നിന്ന്, അതായത് ഒഫീഷ്യൽസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് വിദ്യാർത്ഥിയുടെ പേരിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകളും, അതുപോലെ നിങ്ങൾക്ക് ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മെഡിക്കൽ ബോർഡിൽ നിന്ന് നൽകിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് നൽകിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വെയർ സ്കീം ഫോർ EWS, അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറീസിലുള്ള വിദ്യാർത്ഥികൾ ആ ഒരു വില്ലേജ് ഓഫീസിൽ നൽകുന്ന ആ ഒരു വാലിഡ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോവേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഇൻകം അതായത് 8 ലക്ഷത്തിന് മുകളിൽ ആവരുത്, 8 ലക്ഷമോ അതിന് താഴെയോ ആയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ EWS കാറ്റഗറി ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നൽകുന്ന EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിലുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നിങ്ങൾക്ക് റിലേഷനായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡോ അല്ലെങ്കിൽ സ്കൂൾ SSLC സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയോ കോപ്പിയോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ സ്പെഷ്യൽ ബാച്ച് ഫോർ ഹയറിംഗ് ഇമ്പേഴ്സ് ആണ്, അതിൻ്റെ എലിജിബിലിറ്റി കൊടുത്തവർ ആണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ ബോർഡ്, അതായത് മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ, അതായത് ഈ മെഡിക്കൽ ഓഫീസർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അസിസ്റ്റൻറ്റ് സർജൻ കുറയാതെ ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോമാറ്റും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിലെ, അതായത് പോളി വെബ്സൈറ്റിലെ ഡൗൺലോഡ്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് ടു അറ്റൻഡ് അഡ്മിഷൻ ഇൻ ആബ്സെൻറ്റിയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫീ കൺസെഷൻ, അതായത് ഫീ കൺസെഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു വില്ലേജ് ഓഫീസർ നൽകുന്ന അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് 10,000 അതിൽ താഴെയോ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു വരുമാനം രേഖപ്പെടുത്തിയിരിക്കേണ്ടത്.
അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്, അഥവാ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫോർ ജോയിനിങ് ആൻഡ് രജിസ്ട്രേഷൻ, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണോ പഠിച്ചത് അവിടെ നിന്നും ലഭിക്കുന്നതാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ബിലോ ഓർ ഈക്വൽ ടു, അതായത് 6 ലക്ഷത്തിൽ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കണം അതിൽ വരുമാനം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ഈ ഒരു ഫീസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫീ ഡീറ്റെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണോ എവിടെയാണ് കിട്ടിയത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫീ ഡീറ്റെയിൽസ് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നോക്കാം, ഫീ ഡീറ്റെയിൽസിൻ്റേത്. അപ്പോൾ ഇതാണ് ഫീ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് പോളിടെക്നിക് കോളേജിലാണ് ലഭിച്ചതെങ്കിൽ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക് കോളേജിൽ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര രൂപയാണ് ഫീസ് വേണ്ടി വരിക എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, അതായത് IHRD പോളിടെക്നിക് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഫീസാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, അതായത് ക്യാപ്പ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസാണ് വരിക. അതായത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഗവൺമെൻറ് സീറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജ്, അതായത് ഈ ഒരു ഗവൺമെൻറ് പോളിടെക്നിക് അല്ല സെൽഫ് ഫിനാൻസ് പോളിടെക്നിക് കോളേജിലെ ഗവൺമെൻറ് സീറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റിൽ, അതായത് ഗവൺമെൻറ് സീറ്റിലും മാനേജ്മെൻറ്റ് സീറ്റിലും എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗവൺമെൻറ് കോട്ട സീറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് പെർ ഇയർ 22,500 രൂപയാണ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആണ്, ആ ഒരു അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടത്. അതുപോലെ തന്നെ അതായത് മാനേജ്മെൻറ്റ് സീറ്റിലാണെങ്കിൽ 37,500 പെർ ഇയർ ആണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ 1925 രൂപയാണ്. അതുപോലെ സ്പെഷ്യൽ ഫീ 2,500 രൂപയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഗവൺമെൻറ് കോട്ടയിലാണ് സെൽഫ് ഫിനാൻസിൽ കിട്ടുന്നതെങ്കിൽ 22,500 മാത്രമാണ്. ഈ മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലാണ് 37,500 വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.